Mechanics of solids. In today's class, we will discuss mainly the topic principal stress and principal planes. Okay, so we already discussed Cauchy's stress equation. Cauchy's stress equation is used to calculate or is used to find out the stress components along x direction, y direction, and z direction on an arbitrary inclined plane. നമുക്കൊരു ആർബിട്രറി ഇൻക്ലൈൻ പ്ലെയിൻ ഒരു ട്രപ്പിസോയിഡൽ എലമെൻ്റ് എടുത്തു, അതിലൊരു ഇൻക്ലൈൻ സർഫസ് കൺസിഡർ ചെയ്തു ABC. ആ സർഫസിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സാണ് ടി എന്നെങ്കിൽ അതിൻ്റെ എക്സ് കോമ്പണൻറ്റ്, വൈ കോമ്പണൻറ്റ് ആൻഡ് സെഡ് കോമ്പണൻറ്റ്, TXN, TYN, TZN ഇത് മൂന്നും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. നൗ ടുഡേ we will discuss the topic principal planes and principal stress. ഈ കോഷി സ്ട്രെസ് ഇക്വേഷൻ ഒന്നും കൂടി അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന കുറച്ച് പുതിയ ടേംസ് ആണ്, അല്ലെങ്കിൽ പുതിയ ഇക്വേഷൻസ് ആണ് പ്രിൻസിപ്പൽ സ്ട്രെസ്സും പ്രിൻസിപ്പൽ പ്ലെയിൻസും. ഓക്കെ, so from the failure consideration of materials, following questions are important. Are there any plane passing through the given point on which the resultant stress are wholly normal? In other words, the resultant stress vector is along the normal. Okay, so നമ്മൾ ഒരു ഇപ്പം നമ്മൾ ട്രപ്പിസോയിഡൽ എലമെൻ്റ് എടുത്തു, അതിൽ ഒരു ഇൻക്ലൈൻ സർഫസിൽ സ്ട്രെസ്സ് കണ്ടുപിടിച്ചു. അപ്പോൾ സ്ട്രെസ്സ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് രണ്ട് കമ്പോണൻസ് ആണ് കിട്ടിയത്, നോർമൽ കമ്പോണൻറ്റും ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ടോ എന്നും. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഡൗട്ടായിട്ട് വരുന്നത്, ഇങ്ങനെ ഒരു പ്ലെയിന് കൺസിഡർ ചെയ്യുമ്പം ഈ ടോയൻ എന്നുള്ള ടേം അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് എന്നുള്ള ടേം 0 ആയിട്ടുള്ള ഏതെങ്കിലും പ്ലെയിൻ എക്സിസ്റ്റിംഗ് ആണോ? അതായത് പ്യുവർ കംപ്ലീറ്റ് ആയിട്ട് നോർമൽ സ്ട്രെസ് മാത്രമേ ഉള്ളൂ ആ പ്ലെയിനിൽ. ഒരു ഇൻക്ലൈൻ സർഫസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ABC എന്നുള്ള ഒരു ABC എന്നുള്ള സർഫസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ പ്യുവർ സിഗ്മ മാത്രമേ ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഒരു പ്ലെയിൻ എക്സിസ്റ്റിംഗ് ആണോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്ലെയിൻ ഓൺ വിച്ച് ദ നോർമൽ സ്ട്രെസ് ഈസ് എ മാക്സിമം ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്? സോ ഒരു നോർമൽ സ്ട്രെസ് ഒരു പ്ലെയിന് കൺസിഡർ ചെയ്തു, അതിലൊരു നോർമൽ സ്ട്രെസ് കിട്ടി. ഇനി ഏത് പ്ലെയിനിലാണ് ഈ നോർമൽ സ്ട്രെസ് മാക്സിമം ആവുക? അത് മാക്സിമം ആവാനുള്ള കണ്ടീഷൻ എന്താണ്? അല്ലെങ്കിൽ ഏത് ഓറിയൻറ്റേഷനിൽ, ഏത് ഇൻക്ലിനേഷനിൽ ഇൻക്ലൈൻ പ്ലെയിന് കൺസിഡർ ചെയ്താലാണ് നമുക്ക് മാക്സിമം നോർമൽ സ്ട്രെസ് കിട്ടുക? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം നോർമൽ സ്ട്രെസ്. സോ ഇത് രണ്ടുമാണ് നമ്മളെ മുമ്പിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ്. നൗ ദ തേർഡ് ക്വസ്റ്റ്യൻ ഈസ്, ഇതേപോലെ നമ്മളിപ്പോൾ മാക്സിമം നോർമൽ സ്ട്രെസ് കണ്ടുപിടിച്ച പോലെ മാക്സിമം ഷിയർ സ്ട്രെസ് എക്സിസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും പ്ലെയിൻ അവൈലബിൾ ആണോ? വാട്ട് ഈസ് ദ പ്ലെയിൻ ഓൺ വിച്ച് ദ ടാൻജൻഷ്യൽ ഓർ ഷിയർ സ്ട്രെസ് ഈസ് എ മാക്സിമം ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്? ഓക്കെ, സോ we are going to find out, or we are going to find the answers of these 3 questions. Mainly we are focused, today's class we will focus only on the first 2 questions. Maximum normal stress മാത്രമുള്ള പ്ലെയിൻ എക്സിസ്റ്റിംഗ് ആണോ, അല്ലെങ്കിൽ ഒരു പ്ലെയിനിൽ മാക്സിമം എപ്പോഴാണ് മാക്സിമം ഷിയർ നോർമൽ സ്ട്രെസ് കിട്ടുക? ഈ രണ്ട് കണ്ടീഷനുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ ഈ മാക്സിമം ഷിയർ സ്ട്രെസ് ഇതും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ക്ലിയർ? സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ കോഷി സ്ട്രെസ് ഇക്വേഷൻ കൺസിഡർ ചെയ്ത മാതിരി തന്നെ ഒരു ABC എന്നുള്ള ഒരു പ്ലെയിന് കൺസിഡർ ചെയ്തു. അതിൽ ABC എന്നുള്ള ഇൻക്ലൈൻ പ്ലെയിൻ ആണ്. ദെൻ P എന്നുള്ള ഇറ്റ്സ് സറൗണ്ടഡ് ബൈ ദ പോയിന്റ് P എന്നുള്ള പോയിന്റിന് സറൗണ്ട് ചെയ്തിട്ട് ABC എന്നുള്ളൊരു ട്രപ്പിസോയിഡൽ എലമെൻറ്റ് കൺസിഡർ ചെയ്തു. ആ ട്രപ്പിസോയിഡൽ എലമെൻറ്റിലെ ഒരു ഇൻക്ലൈൻ പ്ലെയിൻ ആണ് ABC. ഓക്കെ, നൗ നമ്മൾ ഈ പ്ലെയിനിൽ വി ആർ അസ്യൂമിങ് ദാറ്റ് ദർ ഈസ് ഓൺലി പ്യുവർ നോർമൽ സ്ട്രെസ്. ഷിയർ സ്ട്രെസ് എന്നുള്ള ടേം ഈ ABC എന്നുള്ള പ്ലെയിനിൽ ഷിയർ സ്ട്രെസ് ഇല്ല, സിഗ്മ n മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് നമുക്ക് ഈ പ്ലെയിനിലുള്ള സ്ട്രെസ്സിന്, ABC എന്നുള്ള പ്ലെയിനിലുള്ള സ്ട്രെസ്സിനെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് കമ്പോണൻസ് കണ്ടുപിടിക്കാം. ഒന്ന് നോർമൽ കമ്പോണൻറ്റും ടാൻജൻഷ്യൽ കമ്പോണൻറ്റും, അതേപോലെ എക്സ് ഡയറക്ഷൻ TXN, TYN, TZN എന്നുള്ള രീതിയിലും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഈ പ്ലെയിനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ ABC ഉള്ള പ്ലെയിനിൽ ദർ ഈസ് ഓൺലി നോർമൽ സ്ട്രെസ്.
നോർമൽ സ്ട്രെസ് മാത്രമേ ഉള്ളൂ, ഷിയർ സ്ട്രെസ് എന്നുള്ള ടേം 0 ആണ്. ആ നോർമൽ സ്ട്രെസ്സിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ഇതിൻ്റെ നോർമൽ വെക്ടർ n ആയതുകൊണ്ട് എന്നിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും. സോ സിഗ്മ n മാത്രമേ ഉള്ളൂ. അതായത് ഇവിടുത്തെ ഈ പ്ലെയിനിലുള്ള റിസൾട്ടൻറ്റ് സ്ട്രെസ് ടി എൻ എന്ന് പറഞ്ഞ സംഭവം സിഗ്മ n തന്നെയാണ്. സിഗ്മ എന്നും ടി എന്നും സെയിം ആണ്. ദർ ഈസ് നോ ഷിയർ സ്ട്രെസ്. നമ്മൾ അസ്യൂം ചെയ്തത് ദ ഷിയർ സ്ട്രെസ് ടോ എൻ എന്നുള്ള ടേം 0 ആണ് ഈ പ്ലെയിനിൽ. ഓക്കെ, സിഗ്മ n 0 ആണ്. ഇനി ഈ സിഗ്മ എന്നിനെ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഈ ടി എന്നിനെ നമുക്ക് എക്സ് ഡയറക്ഷനിലും, ഇതാണ് എക്സ് ഡയറക്ഷൻ, ദിസ് യുവർ എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷനിലും സെഡ് ഡയറക്ഷനിലും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പല രീതിയിൽ ഏത് ആക്സിസിൽ വേണമെങ്കിലും ഏത് ഓറിയൻറ്റേഷനിൽ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. സോ ഇവിടെ ഞാൻ 3 കോർഡിനേറ്റ് ആക്സിസ് എക്സ് വൈ സെഡ് ആക്സിസ് ചൂസ് ചെയ്തു. നമ്മളെ കയ്യിലുള്ള ഈ പ്ലെയിനിലുള്ള സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ നമ്മളെ കയ്യിലുള്ള സ്ട്രെസ്. ദർ ഈസ് നോ ഷിയർ സ്ട്രെസ്. ഇത് ഈ എ ബി സി എന്നുള്ള പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടൻറ്റ് സ്ട്രെസ് ടി എൻ ആണ്. അതിനെ ഐ എം ഗോയിങ് ടു find the components of this Tn along x direction, y direction and z direction. Okay, as usual we know that nx is the direction cosine. Suppose ഈ ആംഗിൾ എന്നും എക്സ് ആക്സിസ് നമ്മൾ ആംഗിൾ ആൽഫ ആണെങ്കിൽ കോസ് ആൽഫ ഇസ് ഡിനോട്ടഡ് ആസ് എൻ എക്സ്. അതേമാതിരി ഈ ആംഗിൾ എന്നും വൈ ആക്സിസും തമ്മിലുള്ള ആംഗിൾ ബീറ്റ ആണെങ്കിൽ കോസ് ബീറ്റ ഇസ് ഡിനോട്ടഡ് ആസ് എൻ വൈ, ദെൻ കോസ് ഗാമ ഇസ് ഡിനോട്ടഡ് ആസ് എൻ സെഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? Txn is equal to the x component of resultant stress. Txn will be equal to എന്ത് വരും? ഈ സിഗ്മ ഇൻറ്റു ഈ ആംഗിൾ ബിറ്റ്വീൻ Txn ആൻഡ് n കോസ് ആൽഫ അല്ലേ? സോ Txn is equal to സിഗ്മ ഇൻറ്റു എൻ എക്സ്. സിഗ്മ n ആണ് ഇവിടെ. സിഗ്മ n എല്ലാം ഒരൊറ്റ വാല്യൂ മാത്രമേ ഉള്ളൂ. ഈ നോർമൽ സ്ട്രെസ് മാത്രമേ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് സിഗ്മ എന്നിനെ ഞാൻ സിഗ്മ എന്ന് മാത്രം വിളിക്കുന്നുള്ളൂ. സിഗ്മ എന്നിൻ്റെ ആവശ്യമില്ല. ദർ ഈസ് ഓൺലി വൺ സ്ട്രെസ്. സിഗ്മ എന്നുള്ള നോർമൽ സ്ട്രെസ് മാത്രമേ ഉള്ളൂ. സോ ഞാൻ ജനറലി സിഗ്മ എന്ന് മാത്രം പേരിട്ട് വിളിച്ചു. സോ നമ്മളെ കയ്യിൽ ഇപ്പോൾ സിമ്പിളായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് സിഗ്മ ഡയറക്ഷൻ, ഇതാണ് എക്സ് ഡയറക്ഷൻ. ഈ ഡയറക്ഷനിലുള്ള സ്ട്രെസ്സാണ് ടി എക്സ് എന്ന് പേര് കൊടുത്തത്. ഇതിൻ്റെ കോമ്പണൻറ്റ് സിഗ്മേൻ്റെ കോമ്പണൻറ്റ് ഈ ആംഗിൾ ആൽഫ ആണെങ്കിൽ സിഗ്മ കോസ് ആൽഫ ഈസ് ടി എക്സ് എൻ അല്ലേ? സിഗ്മ കോസ് ആൽഫയാണ് ടി എക്സ് എൻ ഫ്രം മെക്കാനിക്സ്. അതേ കൺസെപ്റ്റ് ഇവിടെ എടുക്കുകയാണ്. ഈ കോസ് ആൽഫയ്ക്കാണ് നമ്മൾ പേര് കൊടുക്കുന്നത്, എൻ എക്സ് എന്നുള്ള പേര് കൊടുത്തത്. കോസ് ആൽഫ ഈസ് ഡിനോട്ടഡ് ആസ് എൻ എക്സ്. സോ ടി എക്സ് എൻ ഈസ് ഈക്വൽ ടു സിഗ്മ എൻ എക്സ് എന്ന് കിട്ടും. സിമിലർലി ടി വൈ എൻ ഈസ് ഈക്വൽ ടു സിഗ്മ എൻ വൈ എന്ന് കിട്ടും. ആൻഡ് ടി സെഡ് എൻ ഈസ് ഈക്വൽ ടു സിഗ്മ എൻ ഇസെഡ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വേർ സിഗ്മ ഈസ് ദ നോർമൽ സ്ട്രെസ് ആക്ടിങ് ഓൺ ദ പ്ലെയിൻ എ ബി സി. എ ബി സി എന്നുള്ള ഇൻക്ലൈൻഡ് സർഫസിൽ ആക്ട് ചെയ്യുന്ന നോർമൽ സ്ട്രെസ് ആണ് സിഗ്മ. വി ആർ അസ്യൂമിങ് ദാറ്റ് ദർ ഈസ് നോ ഷിയർ സ്ട്രെസ്. ഈ പ്ലെയിനിൽ ഷിയർ സ്ട്രെസ് ഇല്ല, നോർമൽ സ്ട്രെസ് മാത്രമേ ഉള്ളൂ എന്നുള്ള അസംഷനാണ്. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ ഒരു 3 ഇക്വേഷൻസ് കിട്ടി. ഇക്വേഷൻ 1. ഓക്കെ, സെറ്റ് നമ്പർ ഇക്വേഷൻ സെറ്റ് 1. Now we already know that from Cauchy stress equation, we know that the equations for Txn, we already derived the equations for Txn, Tyn and Tzn based on these stress values. Sigma x, ഇവിടുത്തെ സിഗ്മ എക്സ്, സിഗ്മ വൈ, ടോ എക്സ് വൈ, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ Txn-ഉം Tyn-ഉം Tzn-ഉം ഓൾറെഡി ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് ആ ഇക്വേഷൻസ് നോക്കാം. ഫ്രം Cauchy's formula we know that ശരിക്കും Cauchy's ഫോർമുല എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് എൻ എക്സ് പ്ലസ് ടോ എക്സ് വൈ എൻ വൈ പ്ലസ് ടോ സെഡ് എക്സ് എൻ സെഡ് ഈക്വൽ ടു ടി എക്സ് എൻ ആണ്. ദെൻ ടോ എക്സ് വൈ എൻ എക്സ് പ്ലസ് സിഗ്മ വൈ എൻ വൈ പ്ലസ് ടോ സെഡ് വൈ എൻ സെഡ് ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഈക്വൽ ടു ടി വൈ എൻ ആണ്. സിമിലർലി ടോ എക്സ് സെഡ് എൻ എക്സ് പ്ലസ് ടോ വൈ സെഡ് എൻ വൈ പ്ലസ് സിഗ്മ സെഡ് എൻ സെഡ് ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടി സെഡ് എൻ ആണ്. ഓക്കെ, ബട്ട് നമ്മളെ കണ്ടീഷനിൽ ഓൾറെഡി ടി എക്സ് എന്നും ടി വൈ എന്നും ടി സെഡ് എന്നും നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ടി എക്സ് എൻ, ടി വൈ എൻ, ടി സെഡ് എൻ. സോ ഈ Cauchy's ഇക്വേഷനിൽ ടി എക്സ് എൻ വരുന്നിടത്ത് സിഗ്മ എൻ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ടി വൈ എൻ വരുന്നിടത്ത് സിഗ്മ എൻ വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ടി സെഡ് എൻ വരുന്നിടത്ത് സിഗ്മ എൻ സെഡ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും.
നമ്മൾ ഇത്രയേ ചെയ്തിട്ടുള്ളൂ. നമ്മളെ കണ്ടീഷൻ, അതായത് പ്ലെയിൻ നോർമൽ സ്ട്രെസ് മാത്രം എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിലുള്ള 3 ഇക്വേഷൻ എടുത്തു. അതായത് ഇക്വേഷൻ സെറ്റ് 1 എടുത്തു. ദെൻ അതിനെ നമ്മൾ കോഷീസ് ഇക്വേഷനായിട്ട്, സ്ട്രെസ് ഇക്വേഷനായിട്ട് ഇക്വേറ്റ് ചെയ്തു. ഓക്കെ, രണ്ടിൻ്റെയും ഒരു സൈഡ് ഇക്വേഷൻ ഇവിടെ ഉള്ളത് സെയിം ആണ്. Txn Tyn Tzn ആണ്. ഇവിടെയും Txn Tyn Tzn ആണ്. സോ വി ക്യാൻ ഇക്വേറ്റ് കോഷി സ്ട്രെസ് ഇക്വേഷനും ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തപ്പം കിട്ടിയ ടോയൻ 0 എന്ന് അസ്യൂം ചെയ്തപ്പം കിട്ടിയ ഇക്വേഷനും രണ്ടും ഇക്വേറ്റ് ചെയ്തു. സോ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. സിഗ്മ എക്സ് എൻ എക്സ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് എൻ എക്സ് പ്ലസ് ടോ വൈ എക്സ് എൻ വൈ പ്ലസ് ടോ സെഡ് എക്സ് എൻ ഇസെഡ് ഈസ് ഈക്വൽ ടു സിഗ്മ എൻ എക്സ് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടി. ഇതാണ് ഫസ്റ്റ് കിട്ടിയ ഇക്വേഷൻ. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. അതേപോലെ ടോ എക്സ് വൈ എൻ എക്സ് പ്ലസ് സിഗ്മ വൈ എൻ വൈ പ്ലസ് ടോ സെഡ് വൈ എൻ ഇസെഡ് ഈസ് ഈക്വൽ ടു സിഗ്മ എൻ വൈ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടി. ദെൻ ദ തേർഡ് ഇക്വേഷൻ ഈസ് ടോ എക്സ് ഇസെഡ് എൻ എക്സ് പ്ലസ് ടോ വൈ സെഡ് എൻ വൈ പ്ലസ് സിഗ്മ സെഡ് എൻ ഇസെഡ് ഈസ് ഈക്വൽ ടു സിഗ്മ എൻ ഇസെഡ്. ഇങ്ങനെ 3 ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ഒന്ന് മാത്തമെറ്റിക്കലി അറേഞ്ച് ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ടേംസിനെയൊക്കെ സിഗ്മ എൻ എക്സ്, സിഗ്മ എൻ വൈ ആൻഡ് സിഗ്മ എൻ സെഡ്, ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ടേംസിനെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. ദെൻ നമ്മൾ അതിന് ഈക്വൽ ടു 0 എന്ന് കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്രയാണ്. ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലുള്ള ടേംസിനെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. ദെൻ ഈക്വൽ ടു 0 എന്നാക്കും. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സിഗ്മ എക്സ് എൻ എക്സ് ഉണ്ട്, ഇവിടെ ഒരു സിഗ്മ എൻ എക്സും ഉണ്ട്. സോ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? സിഗ്മ എക്സ് ഇതെന്തായിട്ട് മാറും? സിഗ്മ എക്സ് മൈനസ് സിഗ്മ എൻ എക്സ് എന്ന് വരും. പ്ലസ് റിമൈനിങ് ടേം ഇതൊക്കെ സെയിം ആണ്. റിമൈനിങ് പ്ലസ് ടോ വൈ എക്സ് എൻ വൈ പ്ലസ് ടോ സെഡ് എക്സ് എൻ സെഡ് എന്ന് വരും. അതേപോലെ ഇവിടെ ഇത് കൊണ്ടുവരുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? സിഗ്മ വൈ മൈനസ് സിഗ്മ ഇൻറ്റു എൻ വൈ എന്ന് വരും. ബാക്കി ഈ ടേമും അതുപോലെ ഉണ്ടാവും. അതേപോലെ ഈ സിഗ്മ എൻ സെഡിനെ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. സോ ഇവിടെ മാത്രം ഈ ടേം മാത്രം എന്തായിട്ട് മാറും? സിഗ്മ സെഡ് മൈനസ് സിഗ്മ ഇൻറ്റു എൻ ഇസെഡ് എന്നാവും. ബാക്കി ഈ ടേമും ഉണ്ടാവും, സെക്കൻഡ് ടേമും ഉണ്ടാവും. ഓക്കെ, so our expression, this is the new set of equations. Okay, sigma x minus sigma nx plus tau yx ny plus tau zx nz equal to 0. Then tau xy nx plus sigma y minus sigma ny tau zy nz equal to 0 and tau xz nx plus tau yz ny plus sigma z minus sigma nz is equal to 0. ഓക്കെ, സോ ഈ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടി. ഈ ഇക്വേഷൻ നമുക്ക് ഈക്വൽ ടു 0 ആണ്, ഹോമോജീനിയസ് ഇക്വേഷൻസ് കിട്ടി. ഇതിനെ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വി ക്യാൻ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് എൻ എക്സ് എൻ വൈ എൻ സെഡ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ആവുന്ന സിഗ്മാൻ്റെ വാല്യൂസും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് സാധാരണ ഇങ്ങനെ 3 ഇക്വേഷൻ കിട്ടിയാൽ നമുക്ക് അതിനെ മെട്രിക്സ് ഫോർമാറ്റിൽ എഴുതാൻ പറ്റും. അല്ലെങ്കിൽ എയ്ഗൺ വാല്യൂ പ്രോബ്ലം ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഈ എയ്ഗൺ വാല്യൂ നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും, എയ്ഗൺ വാല്യൂ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഈ എൻ എക്സ്, ഇതിനെ നമുക്ക് ഈ എൻ എക്സിൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ ഒരുമിച്ച് എഴുതാം. ഇതിനെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം: സിഗ്മ എക്സ് മൈനസ് സിഗ്മ ടോ വൈ എക്സ് ടോ സെഡ് എക്സ്, ഇവിടെ ടോ എക്സ് വൈ, ഇവിടെ സിഗ്മ വൈ മൈനസ് സിഗ്മ, ദെൻ ടോ സെഡ് വൈ, ടോ എക്സ് ഇസെഡ്, ടോ വൈ സെഡ്, സിഗ്മ സെഡ് മൈനസ് സിഗ്മ. കോഎഫിഷ്യൻ മെട്രിക്സ് എഴുതി. ദെൻ ഇതിൻ്റെ കൂടെ എൻ എക്സ് എൻ വൈ എൻ സെഡ് എന്ന് എഴുതാം, ഈക്വൽ ടു 0 മെട്രിക്സ് 0 0 0. ഓക്കെ, ഇങ്ങനെ എഴുതാൻ പറ്റും. ഇങ്ങനെ ചെയ്ത് സോൾവ് ചെയ്യുന്ന ഈ ഒരു സെറ്റ് ഓഫ് ഇക്വേഷനാണ് നമ്മൾ എയ്ഗൺ വാല്യൂ പ്രോബ്ലം എന്ന് പറയുക. എയ്ഗൺ
വാല്യൂ പ്രോബ്ലംസ്. അതിൽ ഈ എൻ എക്സ് എൻ വൈ എൻ സെഡ്, ഈ എൻ എക്സ് എൻ വൈ എൻ സെഡിനെയാണ്, ഈ എൻ എക്സ് എൻ വൈ എൻ സെഡിനെ വിളിക്കുന്ന പേരാണ് എയ്ഗൺ വെക്ടേഴ്സ്, വേരിയബിൾ എയ്ഗൺ ഇസ് ഡിനോട്ടഡ് ആസ് എയ്ഗൺ വെക്ടേഴ്സ്. അതേമാതിരി ഈ സിഗ്മ, ഇതിലെ സിഗ്മ എന്നുള്ള വാല്യൂവിനെയാണ് എയ്ഗൺ വാല്യൂ എന്ന് വിളിക്കുന്നത്. സിഗ്മ is known as, sigma is denoted as known as eigen value. Okay, so ഇതാണ് eigen value പ്രോബ്ലം ആണ്. ഇതൊരു ആ ഒരു ഫോർമാറ്റിലാണ് ഇത് വരുന്നത്, മാത്സിലെ eigen value ഫോർമാറ്റിലാണ് വരുന്നത്. സോ ഇതിനെ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പം ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എൻ എക്സ് എൻ വൈ എൻ ഇസെഡ്, അതിന് മൂന്നിനും 0 കൊടുക്കുകയാണെങ്കിൽ ബൈ ഡീഫോൾട്ട് ഈ ഇക്വേഷൻ എല്ലാം സാറ്റിസ്ഫൈ ആവും. എൻ എക്സിന് 0 കൊടുക്കുക, എൻ വൈനും 0 കൊടുക്കുക, എൻ സെഡിനും 0 കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇക്വേഷൻ, കംപ്ലീറ്റ് ഇക്വേഷൻ 0 ആയിപ്പോവും. അത് ഒരു സൊല്യൂഷൻ. ബട്ട് നമുക്ക് വേണ്ടത് ആ സൊല്യൂഷൻ അല്ല, എൻ എക്സും എൻ വൈ എൻ സെഡും 0 അല്ലാത്ത അതർ വാല്യൂസിൻ്റെ സൊല്യൂഷനാണ് വേണ്ടത്. ആ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ. ഓക്കെ, ആ നോൺ ട്രിവിയൽ സൊല്യൂഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോൺ ട്രിവിയൽ സൊല്യൂഷൻ മീൻസ് ദ സൊല്യൂഷൻ, നമുക്ക് എൻ എക്സ് എൻ വൈ എൻ സെഡ് ഈക്വൽ ടു 0 കൊടുത്തിട്ട് ഈ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ പറ്റും. ബട്ട് അതല്ല നമുക്ക് വേണ്ടത്, നമുക്ക് ആവശ്യം എൻ എക്സ് എൻ വൈ എൻ സെഡ് 0 അല്ലാതെ അതർ വാല്യൂസിൽ ഏതിലൊക്കെയാണ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ആവുന്നത്, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്ന ആ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിനെയാണ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ eigen വാല്യൂ, ഇതിൻ്റെ നോൺ ട്രിവിയൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കോഎഫിഷ്യന്റ് മെട്രിക്സ്, അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുകയാണെങ്കിൽ അത് 0 ആക്കി കൊടുത്താൽ മതി. അതായത് ഇവിടെ എൻ എക്സ് എൻ വൈ ഈ ടേം 0 ആവില്ല. എൻ എക്സ് എൻ വൈ എൻ സെഡ് നോട്ട് ഈക്വൽ ടു 0 ആണ്, നോട്ട് ഈക്വൽ ടു 0 ആണ്. അതിൻ്റെ ആ കണ്ടീഷനിലുള്ള വാല്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ടേം എന്താവണം, 0 ആവണം. എന്നാൽ മാത്രമേ ഫൈനൽ ഇക്വേഷൻ ഈക്വൽ ടു 0 കിട്ടുള്ളൂ. ദാറ്റ് മീൻസ് വി ക്യാൻ റൈറ്റ് ദ ഡിറ്റർമിനൻറ്റ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ ടോ വൈ എക്സ് ടോ സെഡ് എക്സ് ടോ എക്സ് വൈ സിഗ്മ വൈ മൈനസ് സിഗ്മ ടോ സെഡ് വൈ ടോ എക്സ് സെഡ് ടോ വൈ സെഡ് സിഗ്മ സെഡ് മൈനസ് സിഗ്മ ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, നൗ ഇത്രയും കിട്ടി. നൗ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് വി ക്യാൻ സോൾവ് ദിസ് ഡിറ്റർമിനൻറ്റ്. ഒരു ഡിറ്റർമിനൻറ്റ് കിട്ടിയാൽ അതിനെ സോൾവ് ചെയ്യാൻ നമുക്കറിയാം, അതിൻ്റെ ഡിറ്റർമിനൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് വാല്യൂ ഈസ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ ഇൻറ്റു ഇത് രണ്ടും ടേം മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഈ രണ്ട് ടേം മൾട്ടിപ്ലൈ ചെയ്യുക, ഡിറ്റർമിനൻ്റെ സോൾവ് ചെയ്യാൻ പറ്റും. മൈനസ് ടോ വൈ എക്സ് ഇൻറ്റു ഈ ടേമും മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഇതെടുക്കുക. സാധാരണ ഡിറ്റർമിനൻ്റ് ചെയ്യുന്ന മാതിരി തന്നെ, നിങ്ങൾ മാത്സിൽ ചെയ്യുന്ന മാതിരി തന്നെ ചെയ്യാം. ദെൻ അതിനെ എക്സ്പാൻഡ് ചെയ്യാം. ഈ ഡിറ്റർമിനൻ്റ് സോൾവ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒന്ന് മാത്തമാറ്റിക്കലി അറേഞ്ച് ചെയ്ത് എഴുതും. അതായത് സിഗ്മ ക്യൂബ് എന്നുള്ള വരുന്ന ടേമൊക്കെ ഒരുമിച്ച് എഴുതും. ദെൻ സിഗ്മ സ്ക്വയർ വരുന്ന ടേംസൊക്കെ ഒരുമിച്ച് എഴുതും. ദെൻ സിഗ്മ വരുന്ന ടേംസൊക്കെ ഒരുമിച്ച് കളക്ട് ചെയ്ത് എഴുതും. ഓക്കെ, സോ നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങളെ സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ. ഈ ഡിറ്റർമിനൻറ്റിനെ സോൾവ് ചെയ്യുക. ഡിറ്റർമിനൻ്റ് സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഈ വാല്യൂ ഇൻറ്റു ദ മൈനർ മെട്രിക്സ് ഡിറ്റർമിനൻറ്റ് മൈനസ് ടോ വൈ എക്സ് ഇൻറ്റു ഇത് രണ്ടും ഒഴിവാക്കിയിട്ടുള്ള മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ഡിറ്റർമിനൻറ്റ് സോൾവ് ചെയ്യുക. ദെൻ ആഫ്റ്റർ ദാറ്റ് കളക്ട് ഓൾ ദ സിഗ്മ ക്യൂ ടേംസ്, സിഗ്മ സ്ക്വയർ ടേംസ് ആൻഡ് സിഗ്മ ടേം. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റിലുള്ള ഇക്വേഷൻ ആയിരിക്കും. ഓക്കെ, ദി ഇക്വേഷൻ ഈസ് സിഗ്മ ക്യൂബ് മൈനസ്, അതായത് ക്യൂബ് വരുന്ന ഒറ്റ ടേമേ ഉള്ളൂ, അത് മാത്രം എടുത്തു, മൈനസ് സിഗ്മ സ്ക്വയർ വരുന്നത് ഈ 3 ടേംസിൻ്റെ കൂടെ സിഗ്മ സ്ക്വയർ വരുന്നുണ്ട്, അത് മൊത്തം കളക്ട് ചെയ്തു. സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ പ്ലസ് സിഗ്മ സെഡ് ഇൻറ്റു സിഗ്മ സ്ക്വയർ എന്ന് വരും, പ്ലസ് സിഗ്മ എക്സ് സിഗ്മ വൈ പ്ലസ് സിഗ്മ വൈ സിഗ്മ സെഡ് പ്ലസ് സിഗ്മ സെഡ് സിഗ്മ എക്സ് മൈനസ് ടോ എക്സ് വൈ സ്ക്വയർ ടോ സ്ക്വയർ വൈ സെഡ് മൈനസ് ടോ സ്ക്വയർ സെഡ് എക്സ്. അതിൻ്റെ കൂടെ കോമൺ ആയിട്ട് സിഗ്മ വരുന്നുണ്ട്, സോ അതുകൊണ്ടാണ് അത് ഒരുമിച്ച് കളക്ട് ചെയ്തത്. മൈനസ് ഒരു കോൺസ്റ്റൻറ്റ് ടേമും സിഗ്മയൊന്നും ഇല്ലാത്ത, സിഗ്മ ക്യൂബും സിഗ്മ സ്ക്വയറും സിഗ്മ ഇല്ലാത്ത റിമൈനിങ് ടേംസ് വരും, അത് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി.
സോ ഇങ്ങനൊരു എക്സ്പ്രഷനാണ് നമുക്ക് കിട്ടുക ആഫ്റ്റർ സോൾവിങ് ദ ഡിറ്റർമിനൻറ്റ്. ഓക്കെ, നൗ ഇതൊരു ലെങ്തി എക്സ്പ്രഷൻ ആയതുകൊണ്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് സിംപ്ലിഫൈഡ് ഫോർമാറ്റിൽ എഴുതാൻ വേണ്ടിയിട്ട് ഈ ഫസ്റ്റ് സിഗ്മ എക്സ് സിഗ്മ വൈ സിഗ്മ സെറ്റ് എന്നുള്ള ടേമിനെ ഞാൻ I1 എന്ന് പേര് കൊടുത്തു. I1 ആൻഡ് ദ സെക്കൻഡ് ഈ കോഎഫിഷ്യൻറ്റ് സിഗ്മേൻ്റെ കൂടെയുള്ള ടേംസിനെ ഈ ടേമിനെ I2 എന്ന് പേര് കൊടുത്തു. ആൻഡ് ദ കോൺസ്റ്റൻറ്റ് ഈ തേർഡ് കോൺസ്റ്റൻറ്റ് ടേമിനെ I3 എന്നും പേര് കൊടുത്തു. സോ ദ ഇക്വേഷൻ സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ will be sigma cube minus I1 sigma square plus I2 sigma minus I3 equal to 0 എന്ന് കിട്ടും. I1 sigma cube minus I1 sigma square plus I2 sigma minus I3 is equal to 0. Okay. ഈ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ്, ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ക്യാരക്ടറിസ്റ്റിക് equation. This cubical equation is denoted as characteristic equation. Sigma cube minus I1 sigma square plus I2 sigma minus I3 is equal to 0. Where I1 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇവിടെ സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ പ്ലസ് സിഗ്മ സെറ്റ് ഈ കോഎഫിഷ്യൻ ടേം സിഗ്മ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ ടേമിനെയാണ് I1 എന്ന് വിളിക്കുന്നത്. സോ I1 I2 എന്ന് പറഞ്ഞാൽ ഇത്രയും ടേമാണ്, I3 എന്ന് പറഞ്ഞാൽ ഈ ടേമാണ്. ഈ I1 I2 I3ന് that three terms is known as stress invariance. ഇത് എന്തുകൊണ്ടാണ് സ്ട്രെസ് ഇൻവേരിയൻ്റ് എന്ന് വിളിക്കുന്നത് നമുക്ക് അടുത്ത് നോക്കാം. ഇപ്പോൾ ആ പേര് മാത്രം ഓർമ്മിക്കുക. ദ ടേംസ് ദ കോഎഫിഷ്യൻസ് ഓഫ് സിഗ്മ സ്ക്വയർ സിഗ്മ ആൻഡ് ദ കോൺസ്റ്റന്റ് ടേം ഓക്കെ ആർ നോൺ ആസ് സ്ട്രെസ് ഇൻവേരിയൻസ്. I1 I2 ആൻഡ് I3 ആർ നോൺ ആസ് സ്ട്രെസ് ഇൻവേരിയൻസ്. അതിൻ്റെ റീസൺ ആണ് ഇവിടെ പറഞ്ഞത്, ആസ് ദെയർ വാല്യൂസ് ഡോണ്ട് ചേഞ്ച് ഡ്യൂറിങ് ദ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാം. ഇപ്പം ഒന്ന് ഓർമ്മിച്ച് വെക്കുക, ഈ വാല്യൂവിൻ്റെ ഈ I1 I2 I3 എന്നുള്ള വാല്യൂ ചേഞ്ച് ആവില്ല. നമ്മളെ കോർഡിനേറ്റ് മാറ്റിയാലും, കോർഡിനേറ്റ് മാറ്റുക മീൻസ് ഇപ്പം നമ്മൾ XYZ എന്നുള്ള കോർഡിനേറ്റിലാണ് ഈ വാല്യൂസ് കണ്ടുപിടിച്ചത്. സിമിലർലി ഇഫ് ഈ കൺസിഡർ സം അനദർ കോർഡിനേറ്റ്സ് X ഡാഷ് Y ഡാഷ് Z ഡാഷ് എന്നുള്ള ഒരു കോർഡിനേറ്റ് സിസ്റ്റം എടുത്തിട്ട് again if we calculate the I1 I2 I3 etc. the values will be same. അതുകൊണ്ടാണ് ഇതിനെ സ്ട്രെസ് ഇൻവേരിയൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് അടുത്ത് നോക്കാം. അപ്പോൾ ഇത്രയും ഓർമ്മിച്ച് വെക്കുക. ദിസ് ക്യൂബിക്കൽ ഇക്വേഷൻ ഈസ് നോൺ ആസ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആൻഡ് ദ കോഎഫിഷ്യൻസ് I1 I2 ദീസ് ത്രീ ടേംസ് I1 I2 I3 ആർ സ്ട്രെസ് ഇൻവേരിയൻസ്. ഇനി ഈ ഇക്വേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഈ ഇക്വേഷൻ ഒരു ക്യൂബിക്കൽ ഇക്വേഷനാണ്. ഒരു ക്യൂബിക്കൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനെ സോൾവ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ലൈക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ ഒരു തേർഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടിയാൽ അതിനെ സോൾവ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് 3 റൂട്ട്സ് ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് റൂട്ട്സ് ആണ് ഉണ്ടാവുക. X1 X2 എന്നുള്ള 2 ടേംസ് ആണ് ഉണ്ടാവുക. അതേപോലെ ഒരു ക്യൂബിക്കൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 റൂട്ട്സ് കിട്ടും. അതായത് സപ്പോസ് ഇതിനെ സോൾവ് ചെയ്ത് കിട്ടുന്ന ആൻസർ ഈ സിഗ്മ ക്യൂബ് ഈ ഇക്വേഷൻ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്താൽ കിട്ടുന്ന ആൻസേഴ്സ്, ഇപ്പോൾ നമുക്ക് ന്യൂമറിക്കൽ വാല്യൂ ഇല്ല, അപ്പോൾ ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. ഇതിനെ സോൾവ് ചെയ്ത് കിട്ടുന്ന ആൻസർ സപ്പോസ് സിഗ്മ 1 സിഗ്മ 2 ആൻഡ് സിഗ്മ 3 ആണെന്ന് വിചാരിച്ചു. ഓക്കെ, സപ്പോസ് അസ്യൂം ദാറ്റ് സിഗ്മ 1 സിഗ്മ 2 ആൻഡ് സിഗ്മ 3 ആർ ദ 3 റൂട്ട്സ് ഓഫ് ദിസ് ഇക്വേഷൻ. സിഗ്മ ക്യൂബ് മൈനസ് I1 സിഗ്മ സ്ക്വയർ പ്ലസ് I2 സിഗ്മ മൈനസ് I3 ഈക്വൽ ടു 0. ആ ഇക്വേഷൻ നമ്മൾ കാൽക്കുലേറ്റർ ന്യൂമറിക്കൽ വാല്യൂ ഒക്കെ കൊടുത്ത് കാൽക്കുലേറ്ററിലോ എന്തിലെങ്കിലും സോൾവ് ചെയ്താൽ കിട്ടുന്ന 3 ആൻസറുകൾ ഇതാണ്: സിഗ്മ 1 സിഗ്മ 2 ആൻഡ് സിഗ്മ 3. ഓക്കെ, ഇത്രയും അവിടെ ഇരിക്കട്ടെ. ഇനി ഇവിടെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ സ്ട്രെസ് ഇൻവേരിയൻസ് നോക്കുകയാണെങ്കിൽ അതിങ്ങനെ ഓർമ്മിച്ച് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. I1 ഈസ് ഈക്വൽ ടു I1 കുഴപ്പമില്ല, സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ പ്ലസ് സിഗ്മ സെറ്റ് മാത്രമേ ഉള്ളൂ. ബട്ട് I2 എന്നുള്ളത് ഇങ്ങനെ ലെങ്തി എക്സ്പ്രഷനായിട്ട് നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ ബുദ്ധിമുട്ടാണ്. സോ ഇതിനെ നമ്മൾ ഈ
I1 I2 I3 ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ ഈ ഒരു ഫോർമാറ്റിലും എഴുതാൻ പറ്റും. I1 ഇറ്റ്സ് ഓക്കെ, സിമ്പിൾ റിലേഷൻ ആണ്, സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ പ്ലസ് സിഗ്മ സെഡ്. I2 എന്ന് പറഞ്ഞാൽ ഈ 3 ഡിറ്റർമിനൻറ്റിൻ്റെ സമ്മാണ്. ഓക്കെ, ഇങ്ങനെ ഡിറ്റർമിനൻറ്റ് ഫോമിൽ നമുക്ക് I2നെ എഴുതാൻ പറ്റും. സോ ഈ ഡിറ്റർമിനൻറ്റ് നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ ഒന്നും കൂടി എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് തന്നെ സ്ട്രെസ് ടെൻസർ മെട്രിക്സ് ഫോർമാറ്റിൽ സ്ട്രെസ് ടെൻസർ എഴുതിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സിഗ്മ ഐ ജെ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു നമ്മുടെ കയ്യിലുള്ളത്? സിഗ്മ എക്സ് ടോ എക്സ് വൈ ടോ എക്സ് ഇസഡ് ദെൻ ടോ വൈ എക്സ് അല്ലെങ്കിൽ ടോ എക്സ് വൈ എന്ന ഇക്വാലിറ്റി ഓഫ് ക്രോഷിയേഴ്സ് വെച്ചിട്ട് ടോ എക്സ് വൈ സിഗ്മ വൈ ടോ വൈ സെഡ്. ദെൻ ദ തേർഡ് ടേം ഈസ് ടോ എക്സ് ഇസഡ് ടോ വൈ സെഡ് സിഗ്മ സെഡ്. ഓക്കെ, ഇതാണ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് അറ്റ് എ പോയിന്റ്. ഒരു പോയിന്റിൽ നമ്മൾ 3 ഡയമെൻഷനലി മെട്രിക് ഫോർമാറ്റിൽ സ്ട്രെസ് എഴുതിയപ്പം കിട്ടിയ മെട്രിക്സ് അല്ലെങ്കിൽ മെട്രിക്സ് അറേഞ്ച്മെന്റ് ഇതാണ്. ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ I2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇൻവേരിയൻറ്റ് I2 ഈസ് സിഗ്മ എക്സ് ടോ എക്സ് വൈ സിഗ്മ വൈ. അതായത് ഈ ടേം ഈ സിഗ്മ സെഡിൻ്റെ ടേം ഈ 2 ലൈനും ക്യാൻസൽ ചെയ്താൽ കിട്ടുന്ന മെട്രിക്സ് ആണ് ഇത് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ. ഓക്കെ, if you remove the Z components then the remaining values നമ്മളൊരു ഡിറ്റർമിനൻറ്റ് ഫോർമാറ്റിൽ എഴുതുകയാണ്, നമുക്ക് ഇത് കിട്ടും. സിഗ്മ എക്സ് ടോ എക്സ് വൈ സിഗ്മ വൈ എന്ന് കിട്ടും. ദെൻ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ ഇത്രയാണ്, സിഗ്മ വൈ ടോ വൈ സെഡ് സിഗ്മ സെഡ് ആണ്. ഇത്രയേ ഉള്ളൂ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ. ദാറ്റ് മീൻസ് ഇഫ് യു റിമൂവ് ദ എക്സ് ടേംസ്, ഇതിൽ ഈ എക്സ് വരുന്ന ടേമൊക്കെ സിഗ്മ എക്സിൻ്റെ ലൈനിൽ വരുന്ന വെർട്ടിക്കൽ ലൈനും ഹൊറിസോണ്ടൽ ലൈനും ക്യാൻസൽ ചെയ്താൽ കിട്ടുന്ന ടേമാണ് ഈ സെക്കൻഡ് ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ. സോ നിങ്ങൾക്കൊരു പാറ്റേൺ കിട്ടി. ഫസ്റ്റ് സെഡിൻ്റെ ടേംസ് ഒഴിവാക്കി, ദെൻ എക്സിൻ്റെ ടേംസ് ഒഴിവാക്കി. നൗ ഇഫ് യു റിമൂവ് ദ വൈ ടേം, സിഗ്മ വൈ എന്നുള്ള വരുന്ന വാല്യൂസ്, സിഗ്മ വൈ ഇവിടെയാണ് വരുന്നത്, ആ വാല്യൂസ് ഒഴിവാക്കുകയാണെങ്കിൽ ഇഫ് യു റിമൂവ് ദ വൈ ടേം, ഈ സിഗ്മ വൈൻ്റെ നേരെയുള്ള ഈ ടേമും ഒഴിവാക്കുകയാണെങ്കിൽ ബാക്കി വരുന്ന ഡിറ്റർമിനൻ്റ് ആയിരിക്കും ഈ തേർഡ് ടേം എന്ന് പറഞ്ഞത്. ഇത് പ്രോബ്ലം ചോദിക്കുമ്പം ഓർമ്മിക്കാൻ ഒരു എളുപ്പത്തിനാണ്. ഫസ്റ്റ് എക്സ് വരുന്ന ടേം ഒഴിവാക്കുക, പ്ലസ് വൈ വരുന്ന ടേം ഒഴിവാക്കുക, പ്ലസ് സെഡ് വരുന്ന ടേം ഒഴിവാക്കുക. മൂന്നും കൂടി ഒരു ഡിറ്റർമിനൻറ്റ് ഫോർമാറ്റിൽ എഴുതിയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് I2 എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. മെട്രിക്സിനെ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ എക്സ്പ്രഷൻ കിട്ടും. ഇവിടെ കിട്ടിയ I2 എന്നുള്ള ഇതേ എക്സ്പ്രഷനാണ് നിങ്ങൾക്ക് കിട്ടുക ഇഫ് യു സോൾവ് ദീസ് 3 ഡിറ്റർമിനൻറ്റ്സ്. ഓക്കെ, ദെൻ ദ തേർഡ് ടേം എന്ന് പറഞ്ഞാൽ I3 എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് നമുക്ക് കിട്ടിയ ഈ മെട്രിക്സ് സ്ട്രെസ് മെട്രിക്സിനെ ഡിറ്റർമിനൻറ്റ് ഫോർമാറ്റിൽ എഴുതിയാൽ കിട്ടുന്ന വാല്യൂ ആണ് I3 എന്ന് പറഞ്ഞാൽ. Again, if you expand this, ഈ ഡിറ്റർമിനൻറ്റിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ you will get the I3 value. ഈ I3 എന്നുള്ള വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടും സെയിം എക്സ്പ്രഷൻ ആയിരിക്കും. സോ ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് ഇൻ ദിസ് പാഷൻ സിഗ്മ എക്സ് സിഗ്മ വൈ സിഗ്മ സെഡ് മൈനസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ലെങ്തി ആയിട്ട് എഴുതുന്നതിന് പകരം നമ്മൾ എപ്പോഴും I3 മീൻസ് ഇങ്ങനെയാണ് നമ്മൾ ഓർമ്മിക്കുക. ഇറ്റ്സ് എ ഡിറ്റർമിനൻറ്റ് സിഗ്മ എക്സ് ടോ എക്സ് വൈ ടോ എക്സ് ഇസഡ് ടോ എക്സ് വൈ സിഗ്മ വൈ ടോ വൈ സെഡ് ടോ എക്സ് ഇസഡ് ടോ വൈ സെഡ് സിഗ്മ സെഡ്. ഓക്കെ, ഇതാണ് I3. ഇത് ഓർമ്മിക്കാനുള്ള എളുപ്പത്തിന് നമ്മൾ ഡിറ്റർമിനൻറ്റ് ഫോർമാറ്റിൽ എഴുതിയെന്നേ ഉള്ളൂ. I1 I2 I3. I1 മീൻസ് സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ പ്ലസ് സിഗ്മ സെഡ്. I2 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ചെയ്ത മാതിരി തന്നെ 3 ഡിറ്റർമിനൻറ്റിൻ്റെ സം. ഓക്കെ, സോ ഇത്രയും നമുക്ക് കിട്ടി. നമുക്ക് ഇനീഷ്യലി ഒരു ക്യൂബിക്കൽ എക്സ്പ്രഷൻ കിട്ടി. ആ ക്യൂബിക്കൽ ഇക്വേഷനെയാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ക്യൂബിക്കൽ ഇക്വേഷൻ. സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പം കിട്ടിയ ഇക്വേഷൻ 3 ഇക്വേഷൻ കിട്ടി. ആ ഇക്വേഷനെ സോൾവ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു ക്യൂബിക്കൽ എക്സ്പ്രഷൻ കിട്ടി. ഇതിനെയാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ.
ഇറ്റ്സ് എ ക്യൂബിക്കൽ ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കതിന് 3 സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ 3 റൂട്ട്സ് കണ്ടുപിടിക്കാൻ പറ്റും. ദ 3 റൂട്ട്സ് ആർ ജനറലി ഡിനോട്ടഡ് ആസ് σ1, σ2, σ3. ജസ്റ്റ് ലൈക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ 2 റൂട്ട്സ് ആണ് ഉണ്ടാവുക. സിമിലർലി ഇൻ ക്യൂബിക്കൽ ഇക്വേഷൻ ദർ വിൽ ബി 3 റിയൽ റൂട്ട്സ്, σ1, σ2 ആൻഡ് σ3. ചിലപ്പോൾ ഇമാജിനറി വാല്യൂസ് വരും, നമ്മൾ റിയൽ റൂട്ട്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. σ1, σ2, σ3 ആർ ദ റൂട്ട്സ് ഓഫ് ദിസ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഇക്വേഷനിലാണ് നമ്മൾ തുടങ്ങിയത്. നമ്മളെ ഇനീഷ്യൽ കണ്ടീഷൻ, നമ്മുടെ ടോ 0 ആകുമ്പോഴുള്ള സിഗ്മ മാത്രം എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഇക്വേഷൻ. ഈ ഇക്വേഷനെയാണ് നമ്മൾ സോൾവ് ചെയ്തിട്ടാണ് ഈ ഒരു ഫോർമാറ്റിൽ എത്തിച്ചത്. അതിൻ്റെ ആൻസർ σ1, σ2, σ3 എന്ന് കിട്ടി. ഇനി ഈ ഓരോ വാല്യൂസും ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ഈച്ച് ആൻഡ് എവറി വാല്യൂ, ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് σ1 ഹിയർ, ഈ എല്ലാ ഇക്വേഷനിലും σ1, ഇവിടെയൊക്കെ σ1 സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുക. അതിനൊരു ന്യൂമറിക്കൽ വാല്യൂ ആണെങ്കിൽ എല്ലാത്തിനും σ1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു കറസ്പോണ്ടിങ് nx, ny, nz വാല്യൂ കിട്ടും. ഓക്കെ, സോ നമ്മൾ ജസ്റ്റ് എഴുതുകയാണെങ്കിൽ σ1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ കാൽക്കുലേറ്റ്, സപ്പോസ് σ1 ആയതുകൊണ്ട് ഞാൻ അതിനെ nx1 എന്ന് വിളിച്ചു, nx, ny1, nz1, 3 പ്ലെയിന് ഈ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. 3 ഡയറക്ഷൻ കൊസൈൻ, അല്ലെങ്കിൽ ഈ ഡയറക്ഷൻ കൊസൈൻ മീൻസ് ഇറ്റ്സ് എ പ്ലെയിൻ. ഡയറക്ഷൻ കൊസൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ആംഗിളിലുള്ള പ്ലെയിൻ ആണ്. പ്ലെയിൻ 1 കിട്ടും. ഓക്കെ, പ്ലെയിൻ 1 കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ സിമിലർലി ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് σ2 ഹിയർ, ഈ ഇക്വേഷനിൽ σ2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് അനദർ സെറ്റ് ഓഫ് ഡയറക്ഷൻ കൊസൈൻസ്. σ2ന് കറസ്പോണ്ടിങ് ആയിട്ട് nx2, ny2, nz2 കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഒരു അനദർ ഓറിയൻറ്റേഷൻ, വേറെ ആംഗിളിലുള്ള ഒരു പ്ലെയിന് കിട്ടും, പ്ലെയിൻ 2. സിമിലർലി σ3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ σ3ക്ക് ഈ ഇക്വേഷനിൽ σ3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് അനദർ 3 സെറ്റ് ഓഫ് ഡയറക്ഷൻ കൊസൈൻസ്, nx3, ny3 ആൻഡ് nz3 ആർ അനദർ പ്ലെയിൻ, വേറൊരു ഓറിയൻറ്റേഷനിലുള്ള പ്ലെയിൻ 3 കിട്ടും. ഓക്കെ, ഇത് കൂടാതെ നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. വി ഓൾറെഡി നോ ദാറ്റ് nx² plus ny² plus nz² is equal to 1 ആണ്. In order to avoid trivial solution, the condition nx² plus ny² plus nz² is equal to 1 is also used with any two of the above equation to obtain nx, ny and nz. ഓക്കെ, അപ്പോൾ നമുക്ക് അത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പം ഇത്രയും ആലോചിക്കാം. നമുക്ക് ഒരു ക്യൂബിക്കൽ ഇക്വേഷനാണ് കിട്ടിയിട്ടുള്ളത്. ആ ക്യൂബിക്കൽ ഇക്വേഷൻ്റെ വാല്യൂസ് സോൾവ് ചെയ്യുമ്പോൾ 3 വാല്യൂ കിട്ടും. ആ വാല്യൂ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 പ്ലെയിന് കണ്ടുപിടിക്കാൻ പറ്റും. പ്ലെയിൻ 1 ആൻഡ് പ്ലെയിൻ 2 ആൻഡ് ഫൈനലി പ്ലെയിൻ 3. 3 ആംഗിളിൽ വരുന്ന 3 ഡിഫറെൻറ്റ് പ്ലെയിൻസ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത ABC എന്നുള്ള പ്ലെയിന് പോലെ, ട്രപ്പിസോയിഡൽ എലമെൻറ്റുള്ള ഇൻക്ലൈൻ പ്ലെയിന് പോലെ, അങ്ങനത്തെ 3 പ്ലെയിന് കണ്ടുപിടിക്കാം. ഈ 3 പ്ലെയിൻ്റെയും പ്രത്യേകത എന്താ? ഈ 3 പ്ലെയിനിലും, അതായത് പ്ലെയിൻ 1, പ്ലെയിൻ 2 ആൻഡ് പ്ലെയിൻ 3, ഇപ്പം കിട്ടിയ 3 പ്ലെയിനിലും ദർ ഈസ് ഓൺലി നോർമൽ സ്ട്രെസ് മാത്രമേ ഉള്ളൂ. ദർ ഈസ് നോ ഷിയർ സ്ട്രെസ്. ഓക്കെ, സോ നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ആൻസറായി. ഷിയർ സ്ട്രെസ് ഇല്ലാത്ത, ആക്ച്വലി there will be in a 3-dimensional case there will be 3 different planes. 3 different planes ഉണ്ടാവും. ആ 3 different planesലും there is only normal stress. There is no shear stress is acting. ആ 3 പ്ലെയിനിലും ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യില്ല, നോർമൽ സ്ട്രെസ് മാത്രമേ ഡെവലപ്പ് ചെയ്യുള്ളൂ. നോർമൽ സ്ട്രെസ് മാത്രം ആക്ട് ചെയ്യുന്ന 3 പ്ലെയിന് ആക്ച്വലി എക്സിസ്റ്റിംഗ് ആണ്. ഓക്കെ, ഇതാണ് നമ്മളിപ്പം കണ്ടുപിടിച്ചിട്ടുള്ളത്. ആക്ച്വലി ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നൗ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ കയ്യിൽ സ്ട്രെസ് ഇൻവേരിയൻസ്
നമ്മളൊരു XYZ കോർഡിനേറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് സ്ട്രെസ് ഇൻവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് I1 I2 I3 എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ പ്ലസ് സിഗ്മ സെഡ് ആയിരിക്കും ഇപ്പോൾ നമുക്ക് കിട്ടിയത്. I2 എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ഡിറ്റർമിനൻറ്റ് സം ഓഫ് 3 ഡിറ്റർമിനൻറ്റ്സ്, ഡിറ്റർമിനൻറ്റ് 1 പ്ലസ് ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ കിട്ടിയ ആ വാല്യൂ. ദെൻ I3 എന്ന് പറഞ്ഞാൽ എഗെയിൻ നമ്മുടെ കയ്യിലുള്ള മെട്രിക്സിലുള്ള അതേ സാധനം 3 ഡയമെൻഷണൽ മെട്രിക്സ്, അതിനെ ഡിറ്റർമിനൻറ്റ് ഫോമിലാക്കിയാൽ I3 കിട്ടും. ഇനി നമ്മുടെ കയ്യിൽ ഇത് ഒരു ജനറൽ OXYZ എന്നുള്ള ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതിന് പകരം നമ്മൾ ഇപ്പോൾ നമുക്ക് കിട്ടിയ 3 ആക്സിസ് ഇല്ലേ, 3 പ്ലെയിനിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 2 3 ഇത് 1 2 3 എന്ന് പറഞ്ഞാൽ 3 ആക്സിസിൽ സ്ട്രെസ് കൺസിഡർ ചെയ്താൽ ഇപ്പം കിട്ടിയ സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3 വെച്ചിട്ട് എഴുതുകയാണെങ്കിൽ I1 ക്യാൻ ബി റിട്ടൺ ആസ് സിഗ്മ 1 പ്ലസ് സിഗ്മ 2 പ്ലസ് സിഗ്മ 3. I2 എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഷിയർ സ്ട്രെസ് ഒക്കെ 0 ആയിപ്പോൾ. സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3 മീൻസ് നോർമൽ സ്ട്രെസ് മാത്രമേ ഉള്ളൂ, ആ 0 ആയിപ്പോൾ ബാക്കി ടേംസ് മാത്രം വരും. ആൻഡ് I3 മീൻസ് ഇവിടെ ഈ നോർമൽ സ്ട്രെസ് മാത്രം ഉണ്ടാവും, ബാക്കിയുള്ള ഈ ടേം സെക്കൻഡ് ടേം തേർഡ് ടേം ഫോർത്ത് ടേം ഇത് എല്ലാം 0 ആയിപ്പോൾ. സോ I3 വിൽ ബി സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം കൂടി പറയാൻ പറ്റും. ഈ വാല്യൂസിനെ ഇവിടെ സോൾവ് ചെയ്ത് കിട്ടിയ നോർമൽ സ്ട്രെസ് മാത്രമുള്ള ഈ വാല്യൂസിനെ ഈ സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3 ഈസ് നോൺ ആസ് ദീസ് 3 വാല്യൂസ് ഈസ് നോൺ ആസ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. അതിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. സോ പ്രിൻസിപ്പൽ സ്ട്രെസ് മീൻസ് ഇഫ് യു കൺസിഡർ എ പ്ലെയിൻ, ഇൻ ദാറ്റ് പ്ലെയിൻ ഇഫ് ദർ ഈസ് നോ ഷിയർ സ്ട്രെസ്, ഒരു ഷിയർ സ്ട്രെസ് ഇല്ലാത്ത ഒരു പ്ലെയിന് നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ പ്ലെയിനിൽ ഡെവലപ്പ് ചെയ്യുന്ന നോർമൽ സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ സ്ട്രെസ്. സോ സിഗ്മ 1 എന്ന് പറഞ്ഞാൽ ഒരു പ്രിൻസിപ്പൽ സ്ട്രെസ് ആണ്, സിഗ്മ 2 എന്ന് പറഞ്ഞാൽ വേറെ പ്രിൻസിപ്പൽ സ്ട്രെസ് ആണ്, സിഗ്മ 3 എന്ന് പറഞ്ഞാൽ വേറെ പ്രിൻസിപ്പൽ സ്ട്രെസ് ആണ്. സിമിലർലി ഈ 3 സ്ട്രെസ്സും ആക്ട് ചെയ്യുന്ന കറസ്പോണ്ടിങ് പ്ലെയിൻ കിട്ടി. ഇവിടെ പ്ലെയിൻ 1 പ്ലെയിൻ 2 പ്ലെയിൻ 3 എന്ന് കിട്ടി. ഈ 3 പ്ലെയിനിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ പ്ലെയിൻസ്. അതായത് പ്രിൻസിപ്പൽ പ്ലെയിനിൻ്റെ പ്രത്യേകത ആ പ്ലെയിനിൽ ഷിയർ സ്ട്രെസ് 0 ആയിരിക്കും. The shear stress will be 0 and there will be only normal stress. So plane 1, suppose ഈ plane 1ൽ സിഗ്മ 1 മാത്രമേ ഉണ്ടാവുള്ളൂ, അതേമാതിരി പ്ലെയിൻ 2ൽ സിഗ്മ 2 മാത്രമേ ഉണ്ടാവുള്ളൂ, പ്ലെയിൻ 3ൽ സിഗ്മ 3 മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ പ്ലെയിൻസിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ പ്ലെയിൻസ്. ഓക്കെ, ആൻഡ് ദ കോഎഫിഷ്യന്റ് I1 I2 I3 ഇതാണ് ഇൻവേരിയൻസ്. സോ അപ്പോൾ നമ്മൾ ഇത്രയും കുറച്ച് പറഞ്ഞതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത്രയാണ് നമുക്ക് ഓർമ്മിക്കേണ്ട പോയിന്റ്സ്. ഫസ്റ്റ് വൺ, പ്രിൻസിപ്പൽ പ്ലെയിൻസ് ആർ പ്ലെയിൻസ് ഓൺ വിച്ച് ദ റിസൾട്ടൻറ്റ് സ്ട്രെസ് ഈസ് പ്യുവർ ഹോളി നോർമൽ, കംപ്ലീറ്റ്ലി നോർമൽ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. പ്രിൻസിപ്പൽ പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ ദ പ്രിൻസിപ്പൽ പ്ലെയിൻസ് ആർ പ്ലെയിൻസ് ഓൺ വിച്ച് ദ റിസൾട്ടൻറ്റ് സ്ട്രെസ് ഈസ് കംപ്ലീറ്റ്ലി നോർമൽ. ദാറ്റ് മീൻസ് ദർ ഈസ് നോ ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ 0 ആയിട്ടുള്ള ഒരു പ്ലെയിൻ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ പ്ലെയിൻ. ദ ഷിയർ സ്ട്രെസ് ഓൺ എ പ്രിൻസിപ്പൽ പ്ലെയിൻ ഈസ് 0. പ്രിൻസിപ്പൽ പ്ലെയിൻസ് ആർ പ്ലെയിൻസ് ഓൺ വിച്ച് ദ നോർമൽ സ്ട്രെസ് ഹാസ് ആൻ എക്സ്ട്രീം വാല്യൂ. അപ്പോൾ ഇനി നോക്കുകയാണെങ്കിൽ ഷിയർ സ്ട്രെസ് 0 ആവുന്ന, ഷിയർ സ്ട്രെസ്സിൻ്റെ ടേംസ് 0 ആവുന്ന ഈ പ്ലെയിനിൽ തന്നെയായിരിക്കും സ്ട്രെസ്സിൻ്റെ വാല്യൂ മാക്സിമം ആവുക. നോർമൽ സ്ട്രെസ് മാക്സിമം ആവുന്നതും ഇതേ പ്ലെയിനിലായിരിക്കും. കാരണം ഷിയർ സ്ട്രെസ് 0 ആയിപ്പോയി. സോ കംപ്ലീറ്റ് സ്ട്രെസ്സും റിസൾട്ടൻറ്റ് സ്ട്രെസ് കംപ്ലീറ്റ് നോർമലാണ്. സോ ഈ പ്ലെയിനിൽ തന്നെയായിരിക്കും സിഗ്മേൻ്റെ വാല്യൂ മാക്സിമം ആവുന്ന വാല്യൂസ്. വൺ പ്രിൻസിപ്പൽ പ്ലെയിൻ ഈസ് സബ്ജക്റ്റഡ് ടു മാക്സിമം വാല്യൂ ഓഫ് പ്രിൻസിപ്പൽ സ്ട്രെസ്. ദിസ് പ്ലെയിൻ ഈസ് കോൾഡ് മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ. സോ നമുക്ക് 3 കിട്ടി, സിഗ്മ 1 സിഗ്മ 2 ആൻഡ് സിഗ്മ 3. സപ്പോസ് ഞാനിത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ന്യൂമറിക്കൽ വാല്യൂസ് ഒക്കെ കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇതൊരു 30 മെഗാ പാസ്കലാന്ന് വിളിച്ചോ, ഇതൊരു 20 മെഗാ പാസ്കലാന്ന് വിളിച്ചോ, ഇതൊരു 10 മെഗാ പാസ്കലോ എന്ന് വിചാരിച്ചു. ഓക്കെ, ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് സം ന്യൂമറിക്കൽ വാല്യൂസ് ആൻഡ് ആഫ്റ്റർ സോൾവിങ് ദ ക്യൂബിക്കൽ ഇക്വേഷൻ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പം സിഗ്മ 1 ഈസ് ഈക്വൽ ടു 30, സിഗ്മ 2 ഈസ് ഈക്വൽ ടു 20, സിഗ്മ 3 ഈസ് ഈക്വൽ ടു 10 ആണ് വാല്യൂസ് എന്ന് വിളിച്ചു. ദെൻ ഈ ഹയസ്റ്റ് വാല്യൂ, ഈ 3 ഹയസ്റ്റ് വാല്യൂ ആയിരിക്കും എപ്പോഴും സിഗ്മ 1 അസൈൻ ചെയ്യാം.
the highest value is always denoted as sigma 1 and the lowest value is always denoted as sigma 3. എപ്പോഴും അങ്ങനെയാണ്. ഹയസ്റ്റ് വാല്യൂ ഇസ് ഡിനോട്ടഡ് ആസ് സിഗ്മ 1 ആൻഡ് ദ ലോവസ്റ്റ് വാല്യൂ ഇസ് ഡിനോട്ടഡ് ആസ് സിഗ്മ 3. ആൻഡ് ഈ സിഗ്മ 1നെ വിളിക്കുന്ന പേരാണ്, ദി സിഗ്മ 1 ഈസ് നോൺ ആസ് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്. ഇതിലെ ഹയസ്റ്റ് വാല്യൂവിനെയാണ് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലെയിൻ NX1, NY1 ആൻഡ് NZ1, അതിനെ വിളിക്കുന്ന പേരാണ് മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ. അപ്പോൾ ഏത് പ്ലെയിനിലാണോ സിഗ്മ 1 വരുന്നത് അല്ലെങ്കിൽ മാക്സിമം വാല്യൂ വരുന്നത് അതിനെയാണ് മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അതേപോലെ ഏത് പ്ലെയിനിലാണോ മിനിമം വാല്യൂ വരുന്നത്, സിഗ്മ 3ൻ്റെ വാല്യൂ മിനിമം ആവുന്ന പ്ലെയിനിനെ വിളിക്കുന്ന പേരാണ് മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 10 ആണ് ഏറ്റവും മിനിമം. ആ 10 ആക്ട് ചെയ്യുന്നത് ഏത് പ്ലെയിനിലാണോ അതിനെ വിളിക്കുന്ന പേരാണ് മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ. So one principal plane is subjected to the minimum value of principal stress. This plane is denoted as minor principal plane. Okay. Then അതിൻ്റെ ഇടയിൽ ഒരു intermediate പ്ലെയിനും കൂടി ഉണ്ടാവും. There is a plane which is subjected to an intermediate stress. Okay. So the final conclusion, ഇതിൻ്റെ മൂന്നും കൂടി take away എന്ന് പറഞ്ഞാൽ there are actually 3 principal planes. അതിലെ ഒരു പ്ലെയിനെ വിളിക്കുന്ന പേരാണ് മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ. ഏറ്റവും ലോവസ്റ്റ് വാല്യൂ വരുന്ന പ്ലെയിനാണ് മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ. അതിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർമീഡിയറ്റ് പ്ലെയിനും ഉണ്ടാവും. ഇനി നമ്മൾ ഈ പ്ലെയിനിനെ നമ്മൾ ഗ്രാഫിക്കലി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അത് വരുന്ന ക്ലാസ്സുകളിലേ മനസ്സിലാവുള്ളൂ. ഈ പ്ലെയിൻ എപ്പോഴും മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കും. അത് ഓർമ്മിച്ച് വെക്കുക. ദീസ് 3 പ്ലെയിൻസ്, അതായത് സിഗ്മ 1 ആക്ട് ചെയ്യുന്ന പ്ലെയിൻ, സിഗ്മ 2 ആക്ട് ചെയ്യുന്ന പ്ലെയിൻ, സിഗ്മ 3 ആക്ട് ചെയ്യുന്ന പ്ലെയിൻ, ദീസ് 3 പ്രിൻസിപ്പൽ പ്ലെയിൻസ് ആർ ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. നമ്മൾ XYZ ഡയറക്ഷൻ പോലെ തന്നെയായിരിക്കും. 1ഉം ഡയറക്ഷൻ 1, 2, 3 എന്നുള്ള ഡയറക്ഷൻ എടുക്കുകയാണെങ്കിൽ ആ ഡയറക്ഷൻ എപ്പോഴും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. The principal planes can be formed a set of 3 mutually perpendicular planes by writing the stress tensor. ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ XYZ വെച്ചിട്ട് സ്ട്രെസ് ടെൻസർ എഴുതിയ മാതിരി തന്നെ സിഗ്മ 1, സിഗ്മ 2 വെച്ചിട്ടും നമുക്ക് സ്ട്രെസ് ടെൻസർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊരു എക്സാമ്പിളാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇതിൽ ഇത്രയും ഈ പോയിന്റ്സ് ഓർമ്മിച്ച് വെക്കുക. 3 പ്രിൻസിപ്പൽ പ്ലെയിൻ ഉണ്ടാവും, 3 പ്രിൻസിപ്പൽ സ്ട്രെസ് ഉണ്ടാവും. 3 പ്രിൻസിപ്പൽ പ്ലെയിനും എപ്പോഴും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ദെൻ ഒരു പ്ലെയിനിലായിരിക്കും മാക്സിമം വാല്യൂ ഓഫ് സ്ട്രെസ് വരിക. അതിനെയാണ് നമ്മൾ മേജർ പ്ലെയിൻ എന്ന് വിളിക്കുക. മിനിമം വാല്യൂ വരുന്നതിനാണ് മിനിമം പ്ലെയിൻ എന്ന് വിളിക്കുക. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ബാക്കി ഇതിൻ്റെ പ്രോബ്ലംസും സ്ട്രെസ് ഇൻവാരിയൻസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.